ഹലോ നമസ്കാരം. രഞ്ജിത്ത്. 2024 ലോകായുക്തയുടെ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിന് 111 കോടി രൂപ കടമുണ്ടെന്നാണ്. 100 കോടി രൂപ മാത്രം വർത്തായിട്ടുള്ള വാല്യുവേഷനുള്ള ആ കമ്പനിക്ക് 111 കോടി രൂപയാണ് കടം. 5 വർഷം മുമ്പ് പെൻഷനായിട്ടുള്ള ആളുകൾക്ക് പോലും ഇപ്പോഴും പെൻഷൻ കിട്ടാത്ത അവസ്ഥയിലാണ് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്. എന്താണ് KAL അഥവാ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന് നോക്കാം. 1958 ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന രാജ്കുമാറിനെ കേരള ഗവൺമെൻറ് ജപ്പാനിലേക്ക് അയക്കുന്നത്. വേറെ ഒന്നിനുമല്ല, ജപ്പാനിലെ ഓട്ടോമൊബൈൽ റവല്യൂഷനെ കുറിച്ച് പഠിക്കാനും അത്തരം കാര്യങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്നുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനുമായിരുന്നു ആ യാത്ര. രാജ്കുമാർ ഒരു മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു. ആ മനുഷ്യൻ ജപ്പാൻ മുഴുവൻ കറങ്ങി ഓട്ടോമൊബൈൽസിനെ കുറിച്ച് കൃത്യമായി പഠിച്ചു. കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ട് അയാൾ തിരിച്ചു വന്നു. അന്ന് ഇന്ത്യയിൽ ആകെ ലഭ്യമായിരുന്ന സ്കൂട്ടർ ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്ന ലാംബ്രട്ട മാത്രമായിരുന്നു. രാജ്കുമാർ തിരിച്ചു വന്നതിന് ശേഷം തങ്കപ്പൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റിനെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജൂനിയറായി ജോലി ചെയ്തിരുന്ന തങ്കപ്പൻ രാജ്കുമാറിന് പറ്റിയ ആളായിരുന്നു. ടെക്നിക്കലായ വിഷയങ്ങളെക്കുറിച്ച് രണ്ടുപേരും ഒരുപാട് ചർച്ച ചെയ്യുകയും അതിനുശേഷം ഒരു സ്കൂട്ടർ ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. കൃത്യമായ പ്ലാനുകൾ ഉറക്കമൊഴിച്ചിരുന്ന് ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയെടുത്തു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇരുമ്പിൻ്റെ ഇറക്കുമതിയിലൊക്കെ വലിയ തടസ്സങ്ങൾ നേരിട്ടിരുന്നതുകൊണ്ട് ഇതിൻ്റെ ഭാഗങ്ങൾ ലഭ്യമാക്കുന്നതിലും പണിക്കാരെ കിട്ടുന്നതിലുമൊക്കെ വലിയ തടസ്സങ്ങൾ നേരിട്ടിരുന്നു. 28ഓളം ബ്ലാക്ക് സ്മിത്തുകളെ ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു അന്ന് തങ്കപ്പനും രാജ്കുമാറും കൂടി ചെയ്തത്. ഈ 28 ബ്ലാക്ക് സ്മിത്തുകളായിരുന്നു സ്കൂട്ടറിൻ്റെ പണിപ്പുരയിൽ ആദ്യമായി വന്നെത്തിയത്. 1960 തിരുവനന്തപുരത്തിനടുത്തുള്ള കൈമനത്തെ ഒരു ചെറിയ ഷെഡിൽ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അവിടെ ഇരുന്ന് ഈ 28 ബ്ലാക്ക് സ്മിത്തുകളും രാജ്കുമാറും തങ്കപ്പനും കൂടി ചേർന്ന് ഈ സ്കൂട്ടർ പതിയെ പതിയെ ഒരു റിയാലിറ്റിയാക്കി മാറ്റി. ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിതമായിരുന്നു. കാർബറേറ്റർ പോലെ അപൂർവം ചില സാധനങ്ങൾ മാത്രമാണ് ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നത്. അറ്റ്ലാന്റ എന്ന് പേരിട്ട ആ സ്കൂട്ടർ 1961 പുറത്തിറങ്ങി. 60 km/h സ്പീഡ് അതിന് ലഭ്യമായിരുന്നു. ഈ മനോഹരമായ ഫ്ലൈയിങ് ബ്യൂട്ടി ആദ്യമായി ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഓട്ടോമൊബൈൽസിനോട് വലിയ താല്പര്യം കാണിച്ചിരുന്ന ഇന്ദിരാഗാന്ധി തങ്കപ്പനുമായി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മാത്രമല്ല സ്കൂട്ടറിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വിശദമായി അവർ അന്വേഷിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഒരു വലിയ തടിയനായ സർദാർജിയെ വെച്ചുകൊണ്ട് സ്കൂട്ടറിൻ്റെ കാര്യക്ഷമത ഡൽഹിയിൽ വെച്ച് പരീക്ഷിക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധി. തങ്കപ്പനിലും സ്കൂട്ടറിലും ഇംപ്രസ്ഡായ ഇന്ദിരാഗാന്ധി 25,000 സ്കൂട്ടറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പദ്ധതിയുമായി ഈ പ്രൊജക്റ്റ് കണ്ടിന്യൂ ചെയ്തോളാൻ കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. പല നിയമ തടസ്സങ്ങളും ഗവൺമെൻറ്റിൻ്റെ റെഡ് ടേപ്പിസവും കാരണം കാര്യങ്ങൾ വിചാരിച്ച സ്പീഡിൽ നടന്നില്ല. പിന്നീട് രാജ്കുമാർ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് സ്വന്തമായി സ്കൂട്ടർ നിർമ്മാണം ആരംഭിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും അതിലും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. പിന്നീട് അതൊരു പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറി. രഞ്ജൻ മോട്ടോഴ്സ് എന്നുള്ള പേരിൽ രാജ്കുമാർ തൻ്റെ മക്കളുടെ പേരിൽ ആ കമ്പനി ആരംഭിക്കുകയായിരുന്നു. ആദ്യത്തെ ഷെയർ എടുക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൈമനത്ത് ആരംഭിച്ച ചെറിയ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരുപാട് ലോക്കൽ യൂത്തിന് ജോലി നൽകാമെന്നുള്ള പ്രതീക്ഷയും രാജ്കുമാറിനും തങ്കപ്പനും അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ചെന്നൈയിലും കൊൽക്കത്തയിലും ബാംഗ്ലൂരിലുമെല്ലാം ചെറിയ ചെറിയ ഹബ്ബുകൾ സ്ഥാപിച്ച് അവിടെ റീറ്റെയിൽ ഡീലർമാരെ കൂടി അപ്പോയിൻ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് കമ്പനി ചെയ്തത്. പക്ഷേ 25,000ഓളം സ്കൂട്ടറുകൾ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും ഈ ഔട്ട്ലെറ്റുകളിലൂടെയെല്ലാം വെറും 8,000 സ്കൂട്ടറുകൾ മാത്രമാണ് വിറ്റുപോയത്. കൂടുതൽ സ്കൂട്ടറുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലും കമ്പനിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ തുടങ്ങി വയ്ക്കുന്ന എല്ലാ കമ്പനികളും ഫേസ് ചെയ്യുന്ന അതേ പ്രശ്നം തന്നെ ഈ കമ്പനിയും അലട്ടി. ലേബർ പ്രോബ്ലംസ്. സമരങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ രാജ്കുമാർ പതിയെ കമ്പനി നിർത്തിയാലോ എന്നുവരെ ആലോചിച്ചു. അങ്ങനെ അത് പതിയെ കേരള സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൈകളിലേക്ക് എത്തി. ഈ കമ്പനിയെ മൊത്തമായി ഈ സൊസൈറ്റി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. KSIDCയിൽ നിന്നും മറ്റു പല സെഗ്മെൻറ്റുകളിൽ നിന്നും വാരിക്കൂട്ടിയ ഫണ്ടുമായി ഈ സൊസൈറ്റി പതിയെ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങാൻ തീരുമാനമായി.
ആലപ്പുഴയിൽ 1971 എൻകോസ് എന്ന ഈ സൊസൈറ്റി പതിയെ സ്കൂട്ടർ നിർമ്മാണത്തിനു വേണ്ടി വലിയ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചു. ഇതിൻ്റെ പിന്നാലെ രാജ്കുമാർ ഈ സ്ഥാനത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്തു. പലപ്പോഴും വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം, ഉള്ളുകളികൾ കാരണം, ഇൻറ്റേർണൽ കോമ്പറ്റീഷൻസ് കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവായിട്ടുള്ള പല ആളുകളും കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നിൽക്കാതെ ഒഴിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സിമ്പൽ തന്നെയായിരുന്നു രാജ്കുമാറിൻ്റെ സ്വപ്നമായിരുന്ന, ശക്തമായ ആശയമായിരുന്ന അറ്റ്ലാന്റ എന്ന സ്കൂട്ടർ കമ്പനിയിൽ നിന്ന്, അറ്റ്ലാന്റ എന്ന ഡ്രീമിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരികയായിരുന്നു. ആ സമയത്തായിരുന്നു ബിർള ഈ സ്കൂട്ടർ കമ്പനിയിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചത്. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിതമായ സ്കൂട്ടർ എന്ന വിശേഷണമുണ്ടായിരുന്നു അറ്റ്ലാന്റയ്ക്ക്. പക്ഷേ അന്നത്തെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ, ഒരു പ്രൈവറ്റ് പാർട്ടി ഇത് ഏറ്റെടുക്കുന്നതിനോട് വിമുഖത പ്രകടിപ്പിച്ചു. അങ്ങനെ ബിർള എന്ന സാധ്യതയും ഇല്ലാതായി. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഉണ്ടാകുന്നത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. പലപ്പോഴും കൃത്യമായ മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്, കൃത്യമായ ഡിസിഷൻ മേക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും ഡിലേഡായി. മാത്രമല്ല, ശക്തമായ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസ് കാരണം 3000 സ്കൂട്ടറുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ പദ്ധതി ഏതാണ്ട് നിന്ന മട്ടിലായി. ഇങ്ങനെ കൺഫ്യൂഷൻസ് തുടരുന്നതിനിടയിലാണ് കേരള ഗവൺമെൻറ് ഈ കമ്പനിയെ ഏറ്റെടുക്കുന്നത്. അവരതിനെ റീനെയിം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് അഥവാ KAL ഉണ്ടാകുന്നത്. ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷവും ഇതിനെ റിവൈവ് ചെയ്യാൻ പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നെങ്കിലും ഒന്നും കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള എക്സിക്യൂഷനും സംഭവിക്കണമെങ്കിൽ കൃത്യമായ ഒരു ടീമും ഒരു ലീഡർഷിപ്പും അതിൻ്റെ പിന്നിൽ ഉണ്ടായേ പറ്റൂ. പക്ഷേ അത്തരത്തിലൊന്ന് കൺസിസ്റ്റൻ്റായി ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിന് ഒരു സ്കൂട്ടർ കൃത്യമായി ഉണ്ടാക്കാനോ അത് മാർക്കറ്റിലേക്ക് എത്തിക്കാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനെ ഒന്ന് പ്രോഫിറ്റബിളായി റൺ ചെയ്ത് കൊണ്ടുപോകാൻ പോലും കഴിഞ്ഞില്ല. ആ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡാണ് കഴിഞ്ഞ 5 വർഷമായി അവിടെ നിന്ന് പിരിഞ്ഞ ആളുകൾക്ക് പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ വലയുന്നത്. ഇത്തരത്തിലുള്ള കമ്പനികൾ നമുക്ക് ആവശ്യമുണ്ടോ? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് കൃത്യമായ ലീഡർഷിപ്പും കൃത്യമായ മാനേജ്മെൻറ്റ് സെറ്റപ്പും കൃത്യമായ സ്ട്രക്ചറും ഇല്ലാത്തത്? പൊളിറ്റിക്സ് തന്നെയാണോ കാരണം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?